ഇത് ആര്യാരുടാണ്. നീരു വൺ നൈറ്റേഴ്സ് മാം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ സൗദിയിൽ രാവിലെ 7 മണിക്കുള്ള കാഴ്ചയാണ് കേട്ടോ. ആ ഒരു വെയിലിൻ്റെ കാഠിന്യം കണ്ടോ. ഇതിക്ക് മുന്നേ സൂര്യൻ ചേട്ടൻ വരുമെങ്കിലും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ. ഏട്ടൻ ജോലിക്ക് പോകുന്ന ഒരു സമയത്ത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ മാത്രമല്ല, നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ കാണാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈ ഒരു സമയത്ത് നമ്മുടെ ചെക്കന്മാർ നല്ല ഉറക്കത്തിലാണ്. അപ്പം നമുക്ക് അവരെ പോയി എണീപ്പിക്കാം കേട്ടോ. ഞാൻ വിളിച്ചെണീപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. പക്ഷേ എൻ്റെ അച്ചുക്കുട്ടൻ അവിടെ കണ്ണൊക്കെ തുറന്ന് കിടപ്പുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഫോണുമായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴേ അച്ചുവിന് മനസ്സിലായി കേട്ടോ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന്. വേഗം തന്നെ പൊന്നൂസിനെ തട്ടി വിളിച്ചു, ചേട്ടാ അതാ അമ്മ വീഡിയോ എടുക്കുന്നുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് എന്നോട് പറയുന്നുണ്ട് കേട്ടോ അമ്മ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. രണ്ടുപേരും പോയി പല്ലൊക്കെ തേച്ചിട്ടു കേട്ടോ. അപ്പോൾ ഏട്ടൻ രാവിലെ പോയി. ഇന്നിപ്പം എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകപ്പാടെ ഒരു മന്ദതയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ ഇന്ന് ചോറൊന്നും ആക്കിയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചോറൊക്കെ വെക്കണം. അപ്പോൾ ഏട്ടൻ രാവിലെ ചപ്പാത്തി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചപ്പാത്തി മുട്ടക്കറിയും മീൻ വറുത്തതും കൂടി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഏട്ടൻ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ചോറും കറികളും എല്ലാം ആക്കിയെടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ആ സമയത്ത് പിള്ളേരെ വിളിക്കാം. ഇപ്പോൾ ഒരു 7:15 ആയിട്ടേ ഉള്ളൂ കേട്ടോ. എന്നാൽ പിള്ളേരെ വിളിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് രണ്ടാളും ഇന്ന് എണീറ്റ് കിടക്കുമായിരുന്നു. ഇപ്പോൾ ഈ ചൂടൊക്കെ തുടങ്ങിയത് പിന്നെ എണീക്കുന്ന ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ. കാരണം രാത്രി കിടക്കുമ്പോൾ ഒരുപാട് ലേറ്റാവും ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ എണീക്കുമ്പോഴത്തേക്കും 8:30 ആ ഒരു സമയമാവും. പിന്നെ ഇപ്പോൾ അവധിയല്ലേ, ഇപ്പോൾ രണ്ടാൾക്ക് സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് കിടന്നോട്ടേന്ന് ഞാനും വിചാരിക്കും കേട്ടോ. ഒത്തിരി രാവിലെ എണീക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചിട്ട് ഞാനും വിളിക്കാറില്ല. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വിളിച്ച് എണീപ്പിക്കാമെന്നോർത്ത് വന്നപ്പോഴേക്കും അവർ എണീറ്റ് റെഡിയായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ പോയി ബ്രഷ് ചെയ്യാൻ രണ്ടാളും പോയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബ്രഷ് ചെയ്യാനായാലും കുളിക്കാനായാലും എല്ലാം അവരവരുടെ കാര്യങ്ങൾ ചെയ്തോളൂ കേട്ടോ. നമ്മളിങ്ങനെ ഒന്ന് മോനെ പോയി ചെയ്യുക എന്നൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ നമുക്കിപ്പോൾ സാധാരണ പിള്ളേരെ പോലെ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അവർ ചെയ്തോളൂ അവരുടെ കാര്യങ്ങൾ. അപ്പോൾ അവർ ബ്രഷ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ അവരുടെ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഷീറ്റ് മിക്കപ്പോഴും അവർ തന്നെ അങ്ങ് വിരിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഏറ്റവും ലാസ്റ്റ് എണീക്കുന്നത് അവരാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വലിയ പുതപ്പുകൾ മാത്രം ഞാനൊന്ന് മടക്കി വെക്കുകയുള്ളൂ കേട്ടോ. ആ ഷീറ്റൊക്കെ അവർ തന്നെ വിരിച്ചിട്ടോളും, കുഴപ്പമൊന്നുമില്ല. ഞാനും പിന്നെ വേണ്ടാന്ന് പറയില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനും പറയും ഷീറ്റ് വിരിച്ചിട്ടോളൂ എന്ന് തന്നെ പറയൂ കേട്ടോ. അത് വേണ്ടാന്ന് ഞാൻ പറയാറില്ല. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് രണ്ടാളും ബ്രഷ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അവിടെ പോയിട്ട് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കും. അതാണ് പതിവ്. കഴിഞ്ഞ ദിവസം മത്തി കൊണ്ടുവന്ന കൂട്ടത്തിൽ കൊണ്ടുവന്ന മീനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെടുത്ത് ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. ഐസ് പോകാൻ വേണ്ടി രാവിലെ തന്നെ എടുത്ത് വെള്ളത്തിലിട്ടു കേട്ടോ. അതിൽ നിന്ന് ഒരു 3-4 കഷ്ണം ഞാനെടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു ഏട്ടന് രാവിലെ കൊടുത്തു വിടാനായിട്ട്. അപ്പം ഇനി ബാക്കി മീനുള്ളത് നമുക്കൊന്ന് കറി വെക്കണം. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ചോറും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ലേശം അരി എടുത്തിട്ട് ഒന്ന് കഴുകി നമുക്ക് ചോറ് വെക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ അവർ ബ്രഷ് ചെയ്യുന്ന സമയത്തിന് അരി അങ്ങ് കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയിടുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ അരി വെക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം തിളയ്ക്കാൻ നോക്കി നിൽക്കാറില്ല കേട്ടോ അരി കഴുകിയിടാൻ. ആ ഒപ്പം തന്നെ ഞാൻ അരിയും കൂടെ ഇടാറാണ് കേട്ടോ പതിവ്. വിറകടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ വെള്ളം തിളച്ചതിന് ശേഷമേ അരി ഇടാവൂ എന്നൊക്കെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നതുകൊണ്ട് ഒന്നിച്ചങ്ങ് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്ന മത്തിപ്പീരയുടെ ഇരിപ്പുണ്ടായിരുന്നു. ഏട്ടനെ ഞാൻ കൊടുത്തു വിട്ടില്ല കേട്ടോ. കാരണം ചൂടൊക്കെ ആയതുകൊണ്ട് ചീത്ത ആയാലോ എന്ന് പേടിച്ചിട്ട്. പിന്നെ അതുമല്ല ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ആണല്ലോ കൊണ്ടുപോയത്. അപ്പോൾ പിന്നെ മീൻപീര വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കൊടുത്തു വിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് രാവിലെ ചൂടാക്കിയിട്ട് മാറ്റുകയാണ്. കാരണം മീൻ കറി വെക്കാനുണ്ട്. അപ്പോൾ എനിക്കൊരു ചട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മീൻ കറി വെക്കണമെങ്കിൽ മൺചട്ടിയിൽ തന്നെ വെച്ചാലല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. എന്തായാലും രാവിലെ കാപ്പിപ്പൊടിയൊന്നും കഴിഞ്ഞിട്ടില്ല. പിള്ളേർ പയ്യെ ബ്രഷ് ചെയ്തിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കാപ്പിപ്പൊടി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചോറ് എന്തായാലും ആ ഒരു സമയം കൊണ്ട് വെച്ച് വാർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത് ആ 2 പേർക്കും ഇന്ന് ചായ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ചായയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചില സമയത്ത് കോഫി അല്ലെങ്കിൽ ബൂസ്റ്റ് അങ്ങനെ എന്തെങ്കിലും മാറി മാറിയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അച്ചുവും പൊന്നും ഒക്കെ ആ ഒരു സമയത്ത് ബ്രഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ചായയുടെയൊക്കെ വീഴുമ്പോൾ തന്നെ ഞാനതങ്ങ് ക്ലീൻ ചെയ്തെടുക്കും. കാരണം ഇപ്പോൾ ചൂടായതുകൊണ്ട് പാറ്റയുടെ ശല്യമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് വീണാലും ഞാൻ അപ്പം തന്നെ തൂത്ത് തുടച്ച് തന്നെ എടുക്കും. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് മുട്ടക്കറി ആയിരുന്നു, കൂട്ടത്തിൽ നല്ല അടിപൊളി സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ട് കാപ്പി കുടിക്കാനുള്ള പരിപാടിയിലേക്കൊക്കെ കിടന്നു. അച്ചുക്കുട്ടനെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഒരു വിധത്തിലൊക്കെയാണ് പറഞ്ഞ് കഴിപ്പിക്കുന്നത്. അത് ഒരു ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തിയിൽ കൂടുതലൊന്നും ആൾ കഴിക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയ ചെറിയ ചപ്പാത്തി ആക്കിയിട്ടാണ് കൊടുത്തത് കേട്ടോ. അതിലൊരു ചപ്പാത്തിക്ക് വലിപ്പം കൂടുതലുള്ളത് കൊണ്ട് ആകെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ മുട്ടയൊക്കെ കണ്ടതുകൊണ്ട് അങ്ങനെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ. കാപ്പോടിയൊക്കെ കഴിഞ്ഞ് തലകുത്തി മറിച്ചിലും ബഹളവും എല്ലാം കഴിഞ്ഞപ്പം ഷീറ്റ് ചുളുങ്ങിയെന്ന് പറഞ്ഞിട്ട് തനത്താനെ വിരിച്ചിടുകയാണ് കേട്ടോ. ഇത് തന്നെയാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെയും അവരുടെ പരിപാടി. ഇതിൽ കിടന്ന് ചാടി മറിയുക, പിന്നെ ഇത് വിരിച്ചിടുക, ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഇവിടെ ഇരുന്ന് കുറേ നേരം ന്യൂസൊക്കെ കണ്ടിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ബെഡെല്ലാം ചുളുങ്ങിയെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി അതെല്ലാം വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം 2 പേരെയും പഠിക്കാനായിട്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട്. അങ്ങനെ അവരെ പഠിക്കാനിരുത്തിയേക്കാം കേട്ടോ. രാവിലെ കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ അർജുൻ്റെ ന്യൂസ് കണ്ടിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ഞാൻ ആ ഒരു ന്യൂസിൻ്റെ പിന്നിലാണ്, എപ്പോഴും അത് കണ്ടുകൊണ്ടാണ്. സാധാരണ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണും, പക്ഷേ ഇതിപ്പം നമ്മൾ ഒരു കുടുംബത്തിൻ്റെ കാര്യം, ഒരു മനുഷ്യനൊരു ജീവൻ്റെ കാര്യമല്ലേ, അപ്പം അത് അറിയാനുള്ളൊരു വ്യഗ്രത. അപ്പോൾ ഇന്നലെ വൈകിട്ടിപ്പം വണ്ടി കണ്ടു എന്നൊക്കെ അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് രാത്രി നേരം വെളുത്താൽ മതി ബാക്കി ന്യൂസൊന്നും അറിയാൻ എന്നോർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ കാപ്പി കുടിക്കാൻ ഇരുന്നപ്പോൾ പിന്നെ ഞങ്ങൾ ആ ന്യൂസ് കണ്ടിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ ഒരു അത്ഭുതം നടക്കട്ടെ, ഒരു കുഴപ്പമില്ലാണ്ട് ആ ഫാമിലിക്ക് അർജുനെ തിരിച്ച് കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് സമയം ഒരുപാട് പോയി കേട്ടോ. കുറേ നേരം ഞാൻ ഫോണും കണ്ടു തന്നെ ഇരുന്നു. ഇപ്പം നമുക്ക് എന്തായാലും ഇനി ബാക്കി പരിപാടികൾ കിടപ്പുണ്ട്. അപ്പം നമുക്ക് അടുക്കളയിലോട്ട് കയറാം. അപ്പോൾ ആദ്യം തന്നെ മീൻകറിക്കുള്ള പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മീൻകറിയും എന്തെങ്കിലും തോരനും കൂടെ നമുക്ക് വെച്ചാൽ മതി. അപ്പം ഞാൻ ക്യാബേജ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മീൻകറിക്കുള്ളത് ആദ്യം അടുപ്പത്ത് വെച്ചിട്ടാണെങ്കിൽ അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാബേജ് അരിയും ബാക്കി പണികളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ, വാടിയ കറിവേപ്പിലയായിരുന്നു. പിന്നെ ഞാനത് കളഞ്ഞിട്ടൊന്നുമില്ല, ഉള്ള കറിവേപ്പില ഞാനങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ഇട്ട സമയത്ത്, മീൻകറി ഉണ്ടാക്കുന്ന ഷോർട്സ് ഇട്ട സമയത്ത് എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, തക്കാളി ചേർക്കാറില്ലേ മീൻകറിയിൽ, പിന്നെ ചുമന്നുള്ളി ചേർക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തക്കാളി ചേർക്കാറില്ല കേട്ടോ. പകരം ഞാൻ കുടംപുളി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ചുമന്നുള്ളി എന്ന് പറഞ്ഞാൽ ചുമന്നുള്ളി ചേർക്കുമ്പോൾ അധിക ദിവസം മീൻകറി ഇരിക്കില്ല കേട്ടോ. അപ്പോൾ 2-3 ദിവസം ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചുമന്നുള്ളി ചേർക്കാതിരിക്കുന്നതാവും നല്ലത്. പിന്നെ മത്തിക്കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ ചേർക്കാറുണ്ട്, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ കൂടുതലും ഞാൻ ചെയ്യാറ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ മേളിൽ മറ്റേ ഐ ഐക്കണിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് മീൻകറിയുടെ റെസിപ്പി കാണിക്കുന്നില്ല. അപ്പോൾ മീൻകറിക്കുള്ള ചാറൊക്കെ ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉച്ചക്കത്തേക്ക് തോരൻ എന്തെങ്കിലും വേണം കേട്ടോ. അപ്പോൾ നോൺ വെജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് പച്ചക്കറി എന്തെങ്കിലും നിർബന്ധമാണ് കേട്ടോ. ചിക്കനോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഞാനൊരു തോരനോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറി എന്തെങ്കിലും ആക്കും. കാരണം പിള്ളേർ പച്ചക്കറി കഴിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. ക്യാബേജ് വാങ്ങിച്ചിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല കേട്ടോ. മിനിഞ്ഞാന്ന് വാങ്ങിച്ചതോ, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഇനി ചൂടിൻ്റെ ആണോ എന്തോ ഒരു ചെറിയ വാടൽ പോലെ.
ഇവിടെ ക്യാബേജ് തോരൻ വെക്കുമ്പം ക്യാബേജ് തന്നെ തോരൻ വെച്ചാൽ കുട്ടികൾ കഴിക്കില്ല കേട്ടോ. അപ്പം ഞാനൊരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടെ ചേർത്തിട്ടായിരിക്കും തോരൻ വെക്കാറ് കൂടുതലും. ആ കൂടെ തന്നെ ഒരു സവോളയും പച്ചമുളകും അരിഞ്ഞെടുത്ത് തേങ്ങയും കൂടെ ചേർത്ത് ഞാൻ വെക്കുകയാണ് ചെയ്യാറ്. ഞാൻ ഒതുക്കി ചേർത്ത് വെക്കാറില്ല കേട്ടോ. പിന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ പച്ചക്കറികളൊക്കെ അവിടെ എവിടെയും തെറിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കാരണം പിന്നത്തേക്ക് വെച്ച് കഴിയുമ്പോൾ പിന്നെ മടിയാവും നമുക്ക്. അപ്പോൾ അപ്പം എടുക്കുന്ന കാര്യങ്ങൾ അപ്പം ക്ലീൻ ചെയ്തും പാത്രങ്ങളൊക്കെ അന്നേരം കഴുകിയും വെക്കുകയാണെങ്കിൽ പണികൾ ഒരുപാട് ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ മിക്കപ്പോഴും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്ത സമയം കൊണ്ട് നമ്മുടെ മീൻകറിക്കുള്ള ചാറ് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തൊന്ന് മൂടി വെച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇടയ്ക്ക് പിള്ളേരൊക്കെ അടുക്കളയിൽ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവർക്ക് പഠിക്കാനിരുത്തിയോണ്ട് ഇത്തിരി മടിയൊക്കെ കാണുമല്ലോ. അപ്പോൾ അമ്മ വരാറായോ എന്നൊക്കെ ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് വിശപ്പ് ഇത്തിരി കൂടിയ സമയമാണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ബിസ്ക്കറ്റ് ഉണ്ടോ എന്നൊക്കെ തപ്പി വരുന്ന വരവാ അത്. ക്യാബേജ് തോരൻ വെക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഞാനൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മറ്റേ കടുകും വറ്റൽമുളകും ഒക്കെ മൂപ്പിച്ചെടുക്കുന്ന ഒരു സമയത്ത് കേട്ടോ. അതെനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. അപ്പം അങ്ങനെ വെച്ചപ്പം എനിക്കിത് ടേസ്റ്റ് പോലെ തോന്നുകയും ചെയ്തു കേട്ടോ. അപ്പം ഞാൻ മിക്കപ്പോഴും ഏതെങ്കിലുമൊക്കെ തോരൻ വെക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചേർത്ത് നോക്കാറുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി മൂടി വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാന്നേ ഉള്ളൂ. സൂപ്പർ. ഇന്നും ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതിനാ. എനിക്ക് കുറച്ചതാ. എൻ്റെ രണ്ട് മക്കളും ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും എന്നെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാൻ വരാറുണ്ട് കേട്ടോ. അതൊരു കണക്കിന് നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന കറി നല്ലതാണ് അല്ലെങ്കിൽ അത് ഇന്നത് കുറവുണ്ടെന്ന് പറയാൻ അവർ വരുന്നത് എനിക്കതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ കറിയെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം നല്ല ചൂടാണ് കേട്ടോ നമുക്കിവിടെ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് മോരുവെള്ളം പോലെയൊക്കെ എടുക്കാറുണ്ട്. ഇഞ്ചി അങ്ങനെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഞാനിത്തിരി മോരെടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പും ചേർത്ത് ഞങ്ങൾക്ക് 3 പേർക്കും കൂടി എടുത്തു കേട്ടോ. അടുക്കള ആകെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് പോയി. ഞങ്ങൾക്ക് 3 ആൾക്കും കൂടിയാണ് മോര് എടുത്തതെങ്കിലും പൊന്നൂസിന് തൈരിനോടോ മോരിനോടോ ഒന്നും ഒരു താല്പര്യമില്ല കേട്ടോ. എനിക്കും അച്ചൂട്ടനും ഏട്ടനും ഒക്കെ തൈര് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ നാരങ്ങാവെള്ളമോ അതല്ലെങ്കിൽ മോരും വെള്ളമോ ഒക്കെ ഇടസമയത്തൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ പൊന്നൂസിന് അത്ര താല്പര്യമില്ല. നാരങ്ങ ഉപ്പിട്ട് കൊടുത്താലും ആൾ കഴിച്ചോളും. പക്ഷേ തൈരിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. രാവിലത്തെ കുറച്ച് നേരം പഠിക്കാനിരുന്നതിന് ശേഷം പിന്നെ അവർ കളിക്കാനായിട്ടൊക്കെ അങ്ങ് ഇറങ്ങും കേട്ടോ. ഉച്ച കഴിഞ്ഞ് പഠിക്കാനിരുത്തി കഴിയുമ്പം ഭയങ്കര ഉറക്കം വരവും ഉച്ച കഴിഞ്ഞാൽ പിന്നെ അച്ഛ വരും അങ്ങനെ തിരക്കായിട്ടൊക്കെ ഇരിക്കും. പിന്നെ പഠിത്തമൊന്നും നടക്കില്ല കേട്ടോ. പഠിത്തം കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതല്ലെങ്കിൽ ഞങ്ങൾ 3 പേരുടെ അന്താക്ഷരി കളിക്കോ കള്ളനും പോലീസും കളിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ നേരം പോകുന്നത് അറിയില്ല. ഇനിയിപ്പോൾ അടുത്ത മാസം ക്ലാസ് തുറക്കുമ്പം ഞാനിതെല്ലാം മിസ് ചെയ്യാൻ പോകുന്നത്.
അച്ചുമോൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. ഏത് പാട്ട് കേട്ടാലും അവനത് എങ്ങനെയെങ്കിലും ബൈഹാർട്ടാക്കി എടുക്കും. അതിനുശേഷം എന്താ ഇതുപോലെ പാട്ട് പാടിയിട്ട് നടക്കും. അത് ചെറിയ സൗണ്ടിലൊന്നും അല്ല, അവൻ്റെ മാക്സിമം സൗണ്ട് എടുത്തിട്ടാണ് കേട്ടോ ആ പാട്ട് പാടിയിട്ട് നടക്കുന്നത്. അതിപ്പോൾ വീട്ടിലെന്നല്ല പുറത്തിറങ്ങിയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അവരുടെ പാട്ടും കളിയും ബഹളവും എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പയ്യെ ചോറുണ്ണാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചോറുണ്ണാനായിട്ട് നമുക്ക് മീൻ വറുത്തതും മീൻ കറിയും ക്യാബേജ് തോരനും ഇന്നലത്തെ മീൻ വീരയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഊണായിരുന്നു. അച്ഛന് ഞാൻ ഇത്തിരി തൈരും കൂടെയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ചോറ് കൊടുക്കുക. മിക്കപ്പോഴും അച്ഛന് ഞാൻ വാരി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ചോറുണ്ണാനായിട്ട് ഇരിക്കുമ്പോൾ മണിക്കൂറുകളോളം അവൻ മാക്സിമം അങ്ങനെ ഇരിക്കാൻ നോക്കൂ കേട്ടോ. അത് കഴിയുമ്പോൾ വേണ്ട പറഞ്ഞിട്ട് എണീറ്റ് പോവാറാണ് പതിവ്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാൻ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കണ ഒപ്പം തന്നെ അവനും വാരി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതല്ലേ പിന്നെ സമയം വെറുതെ വേസ്റ്റ് ആകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കഴിക്കാനിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് കഥകളൊക്കെ പറയും കേട്ടോ. സ്കൂളിൽ കഥകളും അതല്ലെങ്കിൽ ഇവർ കേട്ട കഥകളോ മുത്തശ്ശി കഥകളൊക്കെ കേൾക്കും. അപ്പോൾ ആ കഥകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. അതല്ലെങ്കിൽ നാട്ടിൽ എൻ്റെ അനിയത്തിയുടെ കുട്ടിയുണ്ട്, കാശിക്കുട്ടൻ്റെ കഥ, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അവരെ കാണാൻ മിസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മളിരിക്കുന്നത്. നമ്മൾ നേരം പോകുന്നത് അറിയില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഞാനും ഇരിക്കും. കാരണം ഇങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ആ ഭക്ഷണം അങ്ങ് ഇറങ്ങി പൊക്കോട്ടെ, കഴിക്കുന്നത് അറിയില്ലല്ലോ എന്നോർത്ത് ഞാനും കഥകളൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കളിയും ചിരിയും വഴക്കും ബഹളവും കരച്ചിലും ഒക്കെ ആയിട്ട് ഏട്ടൻ വരുന്നിടം വരെ നമ്മളിതാ ഇങ്ങനെ കൂടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉത്സവമാണ് കേട്ടോ. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ മുഖം കണ്ടും എടുക്കുന്നവർക്ക് ഏട്ടനൊരു ആശ്വാസമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ, സീ യു.